നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് വേണ്ട തിരുമേനി, ഈ പൂജയും കർമ്മമൊക്കെ അങ്ങ് നിർത്തിക്കേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ പറയുമ്പോൾ നിർത്താനും നിങ്ങളുടെ ഇഷ്ടത്തിന് ചടങ്ങുകൾ നടത്താനും ശ്രമിച്ചാൽ ജീവഹാനി തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ സംഭവിച്ച അനിഷ്ടങ്ങളൊന്നും പോരെ. വെറുതെ ദൈവകോപം ഉണ്ടാക്കരുത്. ഒരു കുഞ്ഞ് ജനിക്കും മുൻപേ ദൈവശാപം ഏറ്റുവാങ്ങരുത്. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞാൻ ഈ ചടങ്ങുകൾ നിർത്താം. വേണ്ട. സൂര്യ, നമ്മുടെ കുഞ്ഞിനൊരു ആപത്തും വരാൻ പാടില്ല. നീ മാനസിക സിന്ദൂരം ചാർത്തിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വാ, അന്ന് പൂജാരി പറഞ്ഞതുപോലെ ചെയ്യാം. താൻ എന്തൊക്കെയാ പറയുന്നേ? നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. നമ്മുടെ ശരികൾ നമുക്കേ അറിയാവൂ. നമ്മുടെ സ്നേഹബന്ധത്തിന്റെ ആഴം അളക്കാനുള്ള സമയമല്ല ഇത്. സൂര്യ, ഈ പൂജയുടെ ലക്ഷ്യം എന്താണോ അത് നമുക്കായിട്ടുള്ളതാണെങ്കിൽ നമ്മളതിന് തടസ്സം നിൽക്കണ്ട. മറിച്ച് തിന്മയാണ് ലക്ഷ്യമെങ്കിൽ ദൈവം തന്നെ പകരം ചോദിച്ചോളൂ. ആരും ഇനി എതിർപ്പൊന്നും പറയണ്ട. സൂര്യ ഇത് ചെയ്തോളും. ഭാവന, എന്താ ഇത്? ഇങ്ങനൊന്നും വേണ്ട. ഇതൊന്നും ശരിയാവില്ല. വെറുതെ എന്നെ കൂടി ഇവരുടെ മുമ്പിൽ ശത്രുവാക്കരുത് പ്ലീസ്. നിന്നെ ഇവിടെ ആരും ശത്രുവാക്കില്ല. ഇപ്പൊ ഇവിടെ ഈ കർമ്മമാണ് പ്രധാനം. ഭാവനെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. മായച്ചി, ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സാണ് പ്രധാനം. സൂര്യ മാനസയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തിയ തകർന്നു പോകുന്ന ഒന്നല്ല ഞങ്ങളുടെ ദാമ്പത്യം. അങ്ങനെയൊന്നും തകർന്നു പോകത്തില്ലെന്നറിയാം. എന്നാലും ഓരോ വിശ്വാസങ്ങളല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസങ്ങളിലല്ലേ നമ്മൾ ജീവിക്കുന്നേ. അപ്പോ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുക എന്ന് പറഞ്ഞാൽ മാനസയുടെ അവസ്ഥ കൂടെ നമ്മൾ നോക്കണ്ടേ? മായച്ചി, ഇവൾ ഇതെല്ലാം നേരിടാൻ തയ്യാറായിട്ടാ അമ്മയാകാനുള്ള ദൗത്യം ഏറ്റെടുത്തത്. ഇവളുടെ വയറ്റി വളരുന്ന നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത്. നമ്മുടെ അന്ധവിശ്വാസം കാരണം ആ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കരുത്. ഞാൻ എല്ലാം ദൈവത്തിൽ അർപ്പിക്കാം.
നീ ഇത് കരുതിക്കുട്ടിയുള്ള കളിയാണെന്ന് എനിക്ക് തോന്നുന്നേ. സ്വന്തം ഭർത്താവും കൂടി എന്നെ സംശയിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എന്തൊക്കെ തരികിട കാണിച്ചാലും സൂര്യയും ഭാവനയും തമ്മിൽ അകലാൻ പോകുന്നില്ല. അതിന് നീ കുറെ ശ്രമിച്ചതല്ലേ? എന്നിട്ടെന്തായി? അവരുടെ ബന്ധം ഓരോ ദിവസം കൂടുതലും ശക്തമായിട്ട് വന്നു. ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിന്റെ ഈ കുടില തന്ത്രങ്ങൾ. അടുത്ത അജണ്ട എന്താന്ന് കണ്ടു തന്നെ അറിയാം. ഇതിലും വലുതിനി എന്തു വരാനാ? ഈ ഹാരം കുട്ടിയുടെ കഴുത്തിൽ അണിഞ്ഞ ശേഷം ഗർഭിണിയായ പെൺകുട്ടിയെ കുഞ്ഞിന്റെ അച്ഛൻ എടുത്തുകൊണ്ട് ഈ ഹോമകുണ്ടത്തിന് 3 പ്രാവശ്യം വലം വെക്കണം. അത് പറ്റത്തില്ല. ഇതെന്താ ഇവിടെ പൂജ തന്നെയാണോ നടക്കുന്നത്? അതോ പൂജയുടെ പേരിൽ കേട്ടിട്ട് വിടാത്തുള്ള കല്യാണോ? പാവനെ, സൂര്യ, നിങ്ങൾ ഇതിനൊന്നും കൂട്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തിനാ ഓരോന്നിനെ തർക്കിക്കുന്നത്? ഇവിടെ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. ഇനി 2 ചടങ്ങുകൾ ബാക്കിയുള്ളൂ. രണ്ടും പ്രധാനപ്പെട്ടതാ. എന്തായാലും വേഗം വേണം. ഈ പൂജയ്ക്ക് നേരവും കാലമൊക്കെ ഉള്ളതാ. ഈ ചടങ്ങ് ഒഴിവാക്കാൻ പറ്റില്ലേ തിരുമേനി? എന്താടാ നീ തിരുമേനി പറഞ്ഞതൊന്നും കേട്ടില്ലേ? അവസാന നിമിഷം കലയിട്ട് ഉടയ്ക്കാനാണോ? സൂര്യ, സിന്ദൂരം ചാർത്തിയതിലും വലുതൊന്നും അല്ലല്ലോ ഇത്. സൂര്യ, ചെല്ല. നമ്മളായിട്ട് ഇനി ഒന്നിനും മുടക്കം വരുത്തണ്ട. ഇതൊക്കെ കുറച്ച് ഓവറാമേ. അതെ, ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യിക്കുന്നതാ. ഇതെല്ലാം താങ്ങാൻ എന്റെ മൂക്ക് ദൈവം ശക്തി കൊടുക്കണേ. ഇനി കുട്ടിയെ എഴുന്നേൽപ്പിച്ച ശേഷം ഇഷ്ടദേവിയെ മനസ്സിൽ ധ്യാനിച്ച് വലം വെച്ചോളൂ. ഭാവന, ഇതങ്ങ് കൊടുക്ക. കൊടുക്ക്.